അയഥാർത്ഥമായ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടി ഇങ്ങനൊരു മെമ്മോറാണ്ടത്തിൽ ക്ലെയിം ചെയ്താൽ അത് നമുക്ക് കിട്ടാനിടയായ സാമ്പത്തിക സഹായത്തെ ബാധിക്കില്ലേ എന്നതാണ് UDFന്റെ ഒരു ആശങ്ക. പ്രേംകുമാർ. അല്ല, അതൊരു ജ്യോതികുമാർ ചാമക്കാല BJP-കാരൻ പറയുന്ന അതേ ന്യായം ഒന്ന് മിൻസ് ചെയ്ത് പറയാണ്. അതുകൊണ്ടല്ലല്ലോ ഒരു ഇന്ററിം റിലീഫ് ഡിക്ലെയർ ചെയ്യാത്തത്. 50 ദിവസമായിട്ടും 1 കോടി രൂപ സഹായം എന്ന് പോലും കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ പറയാത്തത് ഈ കണക്ക് കൊടുത്ത മെമ്മോറാണ്ടത്തിലുള്ള മിസ്മാച്ച് കൊണ്ടല്ലല്ലോ, ഉണ്ടെന്നാണെങ്കിൽ പോലും. അതുകൊണ്ട് ആ ന്യായത്തെ ഞാൻ ഒന്നും കാണുന്നില്ല. അതിന് മുന്നൊരു കാര്യം പറയട്ടെ. അരുൺ ആവർത്തിച്ചു പറഞ്ഞ 2 യൂസേജസിനെ എനിക്ക് കറക്റ്റ് ചെയ്യേണ്ടത്, കോൺട്രഡിക്റ്റ് ചെയ്യേണ്ടത്. ഒന്നെന്ന് വെച്ചാൽ വിവാദങ്ങളുടെ പശ്ചാത്തലം. വിവാദമൊന്നുമില്ല അരുൺ. മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള ശുദ്ധമായ കള്ളവാർത്തയായിരുന്നു അത്. പ്ലാന്റഡ് സ്റ്റോറി ആയിരുന്നു. നിങ്ങൾ ഇടപെടരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ പറയുന്നത് ഈ തെറ്റായ വാർത്തകളുടെ കോണ്ടെക്സ്റ്റിൽ സഹായം തടയുമോ എന്നാണ്. അങ്ങനെയല്ല. 48 ദിവസമായിട്ട് കേരളത്തിന് തരാതിരുന്ന, മനഃപൂർവ്വം തരാതിരുന്ന, സഹായം തരാതിരുന്ന മനുഷ്യവിരുദ്ധമായ നിലപാടുകളെ അതിനെ വെള്ളപൂശാൻ വേണ്ടി തെറ്റായ വാർത്തകൾ കൊടുക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എസ്റ്റിമേറ്റ് എന്നുള്ളതും എക്സ്പെൻഡിച്ചർ എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തവർ എന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. ആദ്യം ഈ വാർത്ത പറഞ്ഞിട്ടുള്ളത് ഷാജഹാൻ കാളിയത്ത് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം MA ഇംഗ്ലീഷ് കഴിഞ്ഞ ആളാണ്, എനിക്കറിയാം. അദ്ദേഹത്തിന് എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. രണ്ടാമത്, ഒരു വാർത്ത കിട്ടിയാൽ അരുണിന് അറിയാം, ഏത് ജേർണലിസ്റ്റ് വിദ്യാർത്ഥിക്കും അറിയാം, ആദ്യം ചെയ്യേണ്ടത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് രാജൻ മിനിസ്റ്ററോടോ കലക്ടറോടോ SDRFന്റെ ആരോടെങ്കിലും ചോദിക്കാമായിരുന്നു. ഒരാളോടും ചോദിച്ചില്ല. ഇനി എയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കോൺട്രഡിക്ടറി ആയിട്ട് ഇത് അങ്ങനെയല്ല, ഇത് എക്സ്പെൻഡിച്ചർ അല്ല, ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പലവട്ടം മിനിസ്റ്റർ MP രാജേഷ്, K രാജൻ വൈകിട്ട് 5 മണിക്കുള്ളിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും രാത്രി 8 മണിയിലെ ചർച്ചയിൽ പോലും, അരുൺ എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്, നിങ്ങളുടെ സ്മൃതി പരുത്തിക്കാടിന്റെ ചർച്ചയിൽ പോലും എഴുതി കാണിച്ചത് കേരള സർക്കാരിന്റെ ചെലവുകൾ പുറത്തുനിന്നാണ്. 9 മണിയുടെ എഡിറ്റേഴ്സ് അവറിലാണ്, സോറി എന്താ പറയുക, നിങ്ങൾ 3 എഡിറ്റേഴ്സ് ഇരിക്കുന്ന പരിപാടിയിലാണ് നിങ്ങൾ ഉണ്ണി ബാലകൃഷ്ണൻ അത് കറക്റ്റ് ചെയ്ത് പറയുന്നത്. ഈ സംഗതി പൊതുസമൂഹത്തിൽ വന്നു കഴിഞ്ഞു. ഇതിനി ഉള്ള കാലത്തോളം ജ്യോതികുമാറിനെ പോലെയുള്ളവരും BJP ആളുകളും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് പൊതുബോധത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. നമുക്കറിയാം, L3 കാറ്റഗറിയിൽ വരുന്ന ഒരു ഡിസാസ്റ്റർ ആണ്. L1 കാറ്റഗറിയിലുള്ള ഡിസാസ്റ്റർ ആണെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യുള്ളൂ. L2 ആണെങ്കിൽ അങ്ങനെ. L3 കാറ്റഗറിയിലുള്ള ഒരു ഡിസാസ്റ്റർ ആകുമ്പം എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യേണ്ടത് എന്നുള്ളത് ആ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ അകത്ത്. പക്ഷേ ധനസഹായത്തിന്റെ കാര്യം വരുമ്പം ഒരു തരത്തിലും കേരളത്തിലോടോ മനുഷ്യപ്പറ്റില്ലാത്ത നിലപാടാണ് ഇതുവരെയും BJP സ്വീകരിച്ചിട്ടുള്ളത്, സംഘപരിവാർ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ആത്യന്തികമായി മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് അവർ എംബോഡി ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് അതിൽ ഒരു മലയാളി എന്ന രീതിയിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷേ ഈ കോണ്ടെക്സ്റ്റ്, ഇത്തരൊരു കോണ്ടെക്സ്റ്റിൽ കേരളത്തിലെ മനുഷ്യന്മാരുടെ അവകാശത്തിന് വേണ്ടി, മാനുഷികമായ അവകാശത്തിന് വേണ്ടി സംസാരിക്കേണ്ടുന്ന, എസ്പെഷ്യലി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മീഡിയ വിത്ത് ദ പീപ്പിൾ എന്നൊക്കെ പറയല്ലേ, അതുപോലെ നിന്നിരുന്ന മാധ്യമങ്ങൾ ഈ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ഇത്രയും വലിയൊരു ചതിക്ക് കൂട്ടുനിന്നു എന്നുള്ള കാര്യത്തിൽ മാധ്യമങ്ങളെ ശ്രദ്ധിക്കുന്ന, ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു ശരാശരി മലയാളി എന്നുള്ള രീതിയിൽ എൻ്റെ കടുത്ത അമർഷവും ദുഃഖവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അത് പിന്നെയും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളതിന് ജനാധിപത്യപരമായ രീതിയിൽ സമാധാനം പറഞ്ഞേ മതിയാവുള്ളൂ. ആരെങ്കിലും ബഹിഷ്കരിക്കുക, കൈകാര്യം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല, അത് തിരുത്തിയേ മതിയാവുള്ളൂ. ഈ ചർച്ചയിൽ പോലും അരുൺ അതിലൊരു ഖേദപ്രകടനം നടത്തുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. മറ്റു മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതെങ്കിലും ആ വാർത്തയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നുവെന്നും ആ ആശയക്കുഴപ്പത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരുന്നതുവരെ ആ വാർത്ത നമ്മൾ ആ രീതിയിൽ തന്നെ ക്യാരി ചെയ്തുവെന്നും തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തെറ്റായ ഒരു സന്ദേശം പ്രചരിപ്പിക്കാനിടയായതിലുള്ള ഖേദം നമ്മൾ രേഖപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം തെറ്റുപറ്റുമ്പോൾ സ്വാഭാവികമായും നമ്മളത് ഏറ്റുപറയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ആക്ച്വൽസ് ആണ് എന്നുള്ളതും അതെന്താണ് മെമ്മോറാണ്ടത്തിൽ ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെയും കൃത്യമായ വിവരം മുഖ്യമന്ത്രി പിന്നീട് വിശദീകരിച്ചു. ഇന്നലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ അക്കാര്യം ഞങ്ങളുടെ എഡിറ്റർമാർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.